എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. വിശുദ്ധ പൗലോസ്ലീയ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ചിന്തയിലൂടെ എനിക്ക് വന്ന ചിന്തയും കൂട്ടിച്ചേർക്കട്ടെ. വരദാനങ്ങൾ എല്ലാവരും കൊതിക്കും, പക്ഷേ തന്നെ താഴ്ത്തിയ ഈശോ കുരിശിൻ്റെ പാതയിൽ വീണ പോലെ വീഴാൻ എത്ര പേർ കൊതിക്കും? ആ വീഴ്ചയാണ് എന്നെ ഉയർത്തിയതെന്നോർത്ത് നന്ദി പറഞ്ഞാൽ എല്ലാ വരദാനങ്ങളും ഓടിയെത്തും. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യം 48. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.